1 നാളായ ദിവസം നേരം വൈകിയപ്പോൾ ശിഷ്യന്മാരിരുന്ന സ്ഥലത്ത് യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ചിരിക്കെ യേശു വന്ന് നടുവിൽ നിന്ന് നേരം വൈകി, എന്നാൽ അവർ ഒരു സ്ഥലത്ത് കൂടിയിരിക്കുക. ഇവിടെ എഴുതിയിരിക്കുന്നു വാതിലടച്ചിരിക്കെ. ഇന്ന് പകലിൽ ദൈവാത്മാവ് നിന്നോട് തന്നെ ആലോചന പറയുക. അവൻ പല വിഷയത്തിന് നിന്റെ മുൻപിൽ അടച്ച അനുഭവമാണ് കാണുന്നതെങ്കിലും നിന്റെ ജീവിതത്തെ അടച്ചൊതുക്കി പേടിപ്പിച്ച ഒരു സ്ഥാനത്ത് ഒതുക്കുന്ന ദൈവത്തെ അല്ല നീ ആശ്രയിച്ചത്. നിന്നെ ചുമ്മാതെ പേടിപ്പിച്ച ഒരു മുറിയിൽ ഒതുക്കി കളയുന്ന ഒരു ദൈവത്തിലല്ല നീ പിന്നാലെ കടന്നു വരുന്നത്. ഹല്ലേലൂയ പറയുന്ന വാക്യം ഇതാണ്, വാതിലടച്ചിരിക്കെ. ഇന്ന് പകല് നീ ഉദ്ദേശിക്കുന്ന വാതിൽ ചിലപ്പോൾ അടഞ്ഞിരിക്കാം. നീ ആശ്രയിച്ച വാതിൽ ചിലപ്പോൾ നിനക്കെതിരെ കൊട്ടി അടയപ്പെട്ടിരിക്കാം. നീ ആശിച്ച വിഷയത്തിന് ഇന്ന സ്ഥാനത്ത് നിന്ന് ഇന്ന വഴിയിൽ കൂടെ ഇന്ന അനുഭവത്തിൽ കൂടെ എനിക്ക് മറുപടി ഉണ്ടാകുമെന്ന് നീ ചിന്തിച്ചിരിക്കാം, നീ ആശിച്ചിരിക്കാം. എന്നാൽ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് പറയുക, കർത്താവിന്റെ പ്രവൃത്തി നിന്നെ തേടി വരുന്നത് നീ തുറന്നിട്ട വാതിലിൽ കൂടെ അല്ല. ദൈവത്തിന് ഒരു പ്രത്യേക മാധ്യമം വേണ്ട നിന്റെ അടുക്കലെത്തുവാൻ. ദൈവത്തിന് പ്രത്യേക ഒരു ചാല് വേണ്ട നിന്നെ ഉയർത്തുവാൻ, നിന്റെ ആശയം നടത്തി തരുവാൻ, നിന്റെ ആഗ്രഹം നടത്തി തരുവാൻ, നിന്റെ സ്ഥിതിയെ മാറ്റി തരുവാൻ, നിന്റെ വിഷമസന്ധിയിൽ നിന്നെ മറികടത്തുവാൻ ദൈവത്തിന് പ്രത്യേക ഒരു മാധ്യമം വേണ്ട. അവൻ നടുവിൽ വന്നെന്ന് പകൽ ഉദ്ദേശിക്കാത്ത സമയത്ത് നിന്റെ അടുക്കൽ വന്ന് നിന്നെ രക്ഷിക്കുവാൻ, ഉദ്ദേശിക്കാത്ത അനുഭവത്തിലും അളവിലും നിന്റെ മടിയിൽ നിറച്ചു തരുവാൻ. ഒരിക്കലും നീ നിനയാത്ത നാഴികയിൽ, ഒരിക്കലും നീ കണ്ടിട്ടില്ലാത്ത അളവില്, ഒരിക്കലും നിന്റെ കയ്യിൽ കിട്ടാത്ത ചില നന്മകള് നീ അറിയാതിരിക്കുമ്പോൾ വ്യക്തിയിൽ കൂടെ